മമ്മി ക്രിസ്മസ് ആയിട്ട് എന്നാ പരിപാടി? ക്രിസ്മസ് ആയിട്ട് കൊച്ചിന്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേടി. അപ്പൊ നമുക്ക് കറി ഇന്ന് കോഴിക്കറിയും പിടിയോ പിടി പിന്നെ ഉച്ചക്ക് ചോറേ കറിയെ എല്ലാം ഉണ്ടാക്കണം. പന്നിയൊക്കെ കൂട്ടി നമുക്ക് മീൻ പറ്റിക്കണം. പന്നിയുണ്ട്, പോത്തുണ്ട്, പുൽക്കൂടും കിട്ടും. കൊച്ചിനെ കാണിക്കണ്ടേ? കൊച്ചിന് മാസം 3 ആയില്ലേ. അവളത് കണ്ടിരുന്നോളും. പള്ളിയിൽ പോകണം. അതിനുശേഷം നമുക്ക് പള്ളിയിൽ പോകണം. ഉഴുവപ്പള്ളി പെരുന്നാളോ? ഉഴുവപ്പള്ളി പെരുന്നാളിനും പോവും. അത് നാളെ നമുക്ക് ഉച്ച കഴിഞ്ഞ് പോവാം കേട്ടോ. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങിയേക്കാം. തുടങ്ങും. അതല്ലേ പിടിയുടെ വെള്ളം കളിച്ചു ഈ പരിപാടിയായി. ശരി എന്നാ. ഹലോ ഗായ്സ്, അപ്പോൾ മമ്മി പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചിൻ്റെ ആദ്യത്തെ ക്രിസ്മസാണ്. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കാതിരുന്ന് കഴിഞ്ഞാൽ മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസിൻ്റെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളൊന്ന് കാണിച്ചാൽ മതി. അവൾക്ക് അങ്ങനെ അറിയത്തില്ല കേട്ടോ, പക്ഷേ ചെറിയ വെട്ടമൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുൽക്കൂടിൻ്റെ പണി ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ, ആ പുല്ലൊക്കെ ഒന്ന് മുളച്ച് വരാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ പുള്ളിക്കാരത്ത് ഡീസൻ്റൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അടുത്ത വർഷം അറിയാം ഇതിൻ്റെ പകുതി സാധനം അവിടെ കാണുമെന്ന്. ഇനിയിപ്പോൾ അടുത്ത അവളുടെ 3 മാസത്തിൻ്റെ ഫോട്ടോഷൂട്ടാണ്. അപ്പം ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ തീം വെച്ചിട്ട് ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിലും പിള്ളേർ അങ്ങനെയാണല്ലോ, അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന പിള്ളേർ ഫോട്ടോ എടുക്കാനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ ചിരി നിർത്തും. പിന്നീട് അവളെ ചിരിപ്പിക്കാനുള്ള പരിപാടികളായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഫോട്ടോ കിട്ടി. പിന്നെ ക്രിസ്മസ് കരോൾ വന്നു. ക്രിസ്മസ് കരോൾ വന്നിട്ട് പാപ്പായനെ അല്ല അവൾ നോക്കുന്നത്, പാപ്പയുടെ തലയിൽ ബലൂണ അവൾക്ക് നോട്ടം. ഇവക്കറിയത്തില്ലല്ലോ ഇതെന്താ പരിപാടി എന്നൊക്കെ. കൊച്ചു ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്, എന്താണെന്നറിയത്തില്ല. അവളിതൊക്കെ കണ്ടും കേട്ടൊക്കെ ഇരുന്നു. അങ്ങനെ ഈ കൊല്ലത്തെ ക്രിസ്മസ് കരോള് കഴിഞ്ഞു. കരോള് പോയ കൂട്ടത്തിൽ പപ്പായും കൂടെ എന്നാൽ ഞാനും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ജോസ്കോയിലേക്കാട്ടോ. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി ഞങ്ങളെ സർപ്രൈസായിട്ട് കൊണ്ടുപോയതാണ്. ഒരരഞ്ഞാണോ ഒരു കൊലുസും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാട്ടോ ഞങ്ങൾ അറിയുന്നത് ഇങ്ങോട്ടാണ് ഞങ്ങൾ വന്നതെന്നുള്ള കാര്യം. അങ്ങനെ ഗ്രേസി മമ്മിയുടെ വക അവൾക്കൊരു അരഞ്ഞാണവും കിട്ടി, ചേച്ചി അമ്മയുടെ വക ഒരു കൊലുസും കിട്ടി. അവിടുന്ന് വന്നു കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചു. അവളിതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നേ, അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പോലെയുള്ള മേടിച്ചു പോയോ? പൊന്നപ്പോ ക്രിസ്മസ് കൂടാൻ പോവാണോ? ക്രിസ്മസിന് പോവാ. ക്രിസ്മസ് പള്ളിയിൽ നല്ല ഉപ്പൊക്കെയാണല്ലോ, ഉടുപ്പ് ഇട്ടിട്ട് പോവാണ്. പടക്കം പൊട്ടിയിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പയ്യെ പാതിരാ കുർബാനയ്ക്ക് പോയി.
പാതിരാ കുർബാന കഴിഞ്ഞപ്പോഴത്തേനും അവൾ പയ്യെ ചെറിയൊരു ഉറക്കം പിടിച്ചു. കുർബാന കഴിഞ്ഞ് നേർച്ചയിട്ട് വന്നപ്പോഴത്തേനും അവൾ എണീറ്റു. അല്ലെങ്കിൽ പിള്ളേരുടെ അങ്ങനെയാണല്ലോ, ഒരു പൂച്ചമയക്കമല്ലേ. അത് കഴിഞ്ഞ് പള്ളി കഴിഞ്ഞ് വെച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി പിന്നെ ആ ഒച്ചയും ബഹളവും ആ ലൈറ്റൊക്കെ കണ്ടവൾ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ബൈ. ഞങ്ങളപ്പോൾ ക്രിസ്മസ് കൂടിയേ, ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണേ. ബൈ. ഞാൻ ഉമ്മിപ്പോയി, പക്ഷേ ഞങ്ങൾ പോവാം. ബൈ. രാവിലെ ആയപ്പോഴത്തേനും പിന്നെ പിടി ഉണ്ടാക്കാനുള്ള പരിപാടിയായി. അപ്പോഴത്തേനും അപ്പുറത്തുനിന്ന് ഒരു ചെറിയ ഞരങ്ങലും മുകളിലും കേൾക്കാൻ തുടങ്ങി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി 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 ക്രിസ്മസ്. ഇന്ന് ആദ്യത്തെ ക്രിസ്മസ് അല്ലേ? ആദ്യത്തെ ക്രിസ്മസാ. ഹാപ്പി ക്രിസ്മസ്. ഒന്ന് വേണം, ഒന്ന് വേണം. വാങ്ങിക്കോട്ടോ, വാങ്ങിക്കോ. ഉരുട്ടാവോ? കൊച്ചിനാണോ? പശു ഇറങ്ങുമല്ലോ, ഉറങ്ങുവാണോ? എന്നാ ഒരു ചിരിയാതൊന്നും പറയേ. എന്നെ ഉറങ്ങി ചേച്ചിട്ടോ ബോംബുണ്ടാക്കുന്ന കണ്ടോ അവിടെ എല്ലാരും? മുത്തേ നല്ലപോലെ സുഖമായിട്ട് ഇറങ്ങിയായിരുന്നല്ലേ? സുഖമായിട്ട് ഇറങ്ങിയായിരുന്നോ? അപ്പൊ പോയില്ലേ എന്നെ പോലെ? ഉണ്ട 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 അങ്ങനെ നമ്മുടെ പിടിയൂരിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. വെള്ളത്തിലോട്ട് ഇടണം. അങ്ങനെ ഞങ്ങൾ പിടി ഉണ്ടാക്കാൻ പോവാണ്. പിടി മറ്റേയാള് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിക്കുന്നത് നിങ്ങള് പറ. സൂപ്പർ കളിയോ? അങ്ങനെ ക്രിസ്മസ് കേക്കൊക്കെ മുറിച്ച് നമ്മുടെ മിയാക്കുട്ടിയുടെ ആദ്യത്തെ ക്രിസ്മസ് നമ്മളങ്ങ് ആഘോഷിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഉടൂർപ്പള്ളി പെരുന്നാൾ കൂടാനായിട്ട് ഞങ്ങളങ്ങ് പോയി. 25-26 പെരുന്നാൾ. അങ്ങനെ അപ്പയും അമ്മയും ആദ്യമായിട്ട് കണ്ട പള്ളിയൊക്കെ അവളെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പയുടെ അമ്മയും ആദ്യമായിട്ട് കണ്ട പള്ളി, അപ്പയുടെ അമ്മ ആദ്യമായിട്ട് കണ്ട പള്ളിയാണ്. കുഞ്ഞാപ്പി ഇത് എവിടെയാ? പള്ളി വന്നതാ ഞങ്ങൾ ഉടൂർപ്പള്ളിയിൽ പെരുന്നാൾ കൂടെ. പെരുന്നാൾ കൂടി എന്നിട്ട് അങ്ങനെ നമ്മുടെ മിയാക്കുട്ടിയുടെ ആദ്യത്തെ ക്രിസ്മസും ആദ്യത്തെ പെരുന്നാളും കഴിഞ്ഞു. ഇന്ന് നടന്ന പല കാര്യങ്ങളും കുറേ കാലം കഴിഞ്ഞ് നമ്മളോട് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോയെന്നിരിക്കും. കുറേ കാലം കഴിഞ്ഞാലും അവൾക്ക് തന്നെ കാണാലോ അവളുടെ ആദ്യത്തെ ക്രിസ്മസും ആദ്യത്തെ പെരുന്നാളൊക്കെ ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമുക്കൊരു ഓർമ്മ പോലെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. Till then, bye-bye.